ഭക്ഷണത്തിൻ്റെ ആ ഒരു നീണ്ട പ്രോസസ്സ് മെഡിറ്റേറ്റീവ് ലൈഫ് സ്റ്റൈലിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നു മുതൽ നിങ്ങൾ വീട്ടിലൊരു നിയമം വെക്കണം: സ്ക്രീൻസ് ഒന്നും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നോക്കരുത്. ഇതൊരു ഓപ്ഷനല്ല, ആബ്സല്യൂട്ട് നോ. ഇത് കുട്ടികളുടെ മനസ്സിലും ശരീരത്തിലും പല വിധത്തിലുള്ള എഫക്റ്റുകൾ ഉണ്ടാക്കുന്നു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സ്ക്രീൻ ഓണാക്കി വയ്ക്കുന്നു. കാരണം നമ്മുടെ പക്കൽ കഥകൾ പറഞ്ഞ് ഭക്ഷണം കഴിപ്പിക്കാൻ സമയമില്ല. ഭാവിയിൽ വളരെ വലിയ നഷ്ടങ്ങൾ നേരിടേണ്ടി വരുന്നു. ഇങ്ങനെയൊരു കോംപ്രമൈസ് ചെയ്യുന്നതിലൂടെ വളരെ വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത്. നമ്മളെന്താണ് വിചാരിക്കുന്നത്? നമ്മൾ എന്തിന് കഥ പറഞ്ഞു കൊടുക്കണം? റെഡിമെയ്ഡായി കഥ ഓൺ ചെയ്ത് വെക്കാമല്ലോ, കുട്ടികൾ വേഗം ഭക്ഷണം കഴിക്കുമല്ലോ. ഇതിനെ ഡിസ്ട്രാക്റ്റഡ് ഈറ്റിംഗ് എന്നാണ് പറയുന്നത്. അശ്രദ്ധമായി കഴിക്കുക. ആ സ്ക്രീനിൽ നിന്നും വരുന്ന ഓരോ വാക്കുകളും ഒരുപക്ഷെ കാർട്ടൂൺ ആകാം. ഇന്ന് അതിലും വയലൻസാണുള്ളത്. ഒരാൾ മറ്റൊരാളെ തള്ളിയിടുന്നു, വീഴ്ത്തുന്നു. അതിലുള്ള ഓരോ വാക്കുകളും, ഓരോ വിഷ്വലും, ഓരോ വൈബ്രേഷനും ഭക്ഷണം അബ്സോർബ് ചെയ്യുന്നു. നമ്മളിവിടെ മെഡിറ്റേറ്റീവായി ഭക്ഷണം കഴിക്കുന്നു, കുട്ടികൾ വയലൻസിലൂടെയും. എന്താണ് കഴിക്കുന്നതെന്ന് പോലും അവർ അറിയുന്നില്ല. അശ്രദ്ധമായി കഴിക്കുമ്പോൾ ആവശ്യത്തിലധികം കഴിക്കുകയും ചെയ്യുന്നു. ഡിസ്ട്രാക്റ്റഡ് ഈറ്റിങ്ങിൻ്റെ ഫലങ്ങൾ നമുക്ക് പല ഘടകങ്ങളിലും കാണാനാവുന്നുണ്ട്. ഈയിടെ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോയിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇന്നത്തെ കാലത്ത് കുട്ടികളുടെ പല്ലുകൾ വളരെ ബലം കുറഞ്ഞതാണ്, ഡ്രിൽ ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ അതേസമയം 85-90 വയസ്സുകളിലുള്ള ആളുകൾക്ക് പോലും വളരെ നല്ല ബലമുള്ള പല്ലുകളാണുള്ളത്. ഇതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞു, കുട്ടികൾ TV കണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. TV മുഴുകിയിരിക്കുന്നത് കൊണ്ട് ഭക്ഷണം വായിൽ എത്ര നേരം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് കുട്ടികൾ അറിയാറില്ല. ഇങ്ങനെ പല പല കാരണങ്ങളും അശ്രദ്ധമായ ഭക്ഷണരീതികൾക്കുണ്ട്. അതിനാൽ ഇന്നു മുതൽ നിങ്ങൾ വീട്ടിലൊരു നിയമം തന്നെ വെക്കണം: ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു സ്ക്രീനും നോക്കാൻ പാടില്ല. ചിലപ്പോൾ നിങ്ങളുടെ കുട്ടി പിണങ്ങിയേക്കാം, ചിലപ്പോൾ ദേഷ്യപ്പെട്ടേക്കാം, ചിലപ്പോൾ കരയും. കരഞ്ഞോട്ടെ, കുഴപ്പമില്ല. വീട്ടിൽ രണ്ടുപേരും ജോലിക്ക് പോകുന്നതിൻ്റെ ഇഫക്റ്റ് വേറൊരു വിധത്തിൽ വീടുകളിൽ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വളരെ കുറച്ച് സമയമേ അവരുടെ കൂടെ ചിലവഴിക്കുന്നുള്ളൂ. അതിൽ പ്രശ്നമില്ല. കുറച്ച് സമയം ചിലവഴിക്കുന്നത് ഇറ്റ്സ് എ ചോയ്സ്. എന്നാൽ ആ കുറച്ച് സമയത്ത് നമ്മൾ സ്ട്രിക്റ്റായ പാരൻസ് ആകുന്നത് നിർത്തി. കാരണം കുറച്ച് സമയത്ത് പോലും സ്ട്രിക്റ്റ് ആകുന്നത് നമുക്കൊരു ഗിൽട്ടി ഫീലിംഗ് ആണ് ഉണ്ടാക്കുന്നത്. കുട്ടികളും പറയും, ദിവസം മുഴുവൻ ഞങ്ങളുടെ കൂടെയില്ല, കുറച്ച് സമയം കിട്ടുമ്പോൾ പറയും അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്ന്. കുട്ടികളുടെ കൂടെ ചിലവഴിക്കാൻ സമയം കിട്ടുന്നില്ല എന്നൊരു വസ്തുതയെ കോംപ്രമൈസ് ചെയ്യാനായി പറ്റില്ല എന്ന് പറയേണ്ട പല കാര്യങ്ങളും ശരി, ചെയ്യാമെന്നാക്കി മാറ്റി. കുഴപ്പമില്ല, ഇത് കഴിച്ചോളൂ, കുഴപ്പമില്ല, അത് ചെയ്തോളൂ എന്ന് നമ്മൾ പറയാൻ തുടങ്ങിയിരിക്കുന്നു. കുട്ടികൾ ഇന്ന് നോ വളരെ റെയറായാണ് കേൾക്കുന്നത്. നമ്മളെല്ലാവരും ഒരുപാട് കാര്യങ്ങൾക്ക് നോ കേട്ട് വളർന്നവരാണ്. നോ എന്ന് കേൾക്കുന്നത് ഒരിക്കലും നന്നായി തോന്നിയിട്ടുമില്ല. എത്ര സ്ട്രിക്റ്റാണ്, അത് ചെയ്യാൻ സമ്മതിക്കില്ല, ഇത് ചെയ്യാൻ സമ്മതിക്കില്ല. നിങ്ങളുടെ പാരൻസിനും ടീച്ചേഴ്സിനും വളരെയധികം നന്ദി പറയണം. അത്രയധികം നോ പറഞ്ഞിട്ടുണ്ട്. അതിനാലാണ് നമ്മൾ ഇപ്പോഴും ബാലൻസ്ഡായി നിൽക്കുന്നത്. പറ്റില്ല അർത്ഥം ബെൻഡ് ചെയ്യുക, പറ്റില്ല അർത്ഥം കുനിയുക. നോ കേൾക്കുക എന്നാൽ ജീവിതത്തിൽ എനിക്ക് എന്താണോ ആവശ്യമുള്ളത് അത് ലഭിക്കാതിരിക്കുമ്പോൾ അതുമായി അഡ്ജസ്റ്റ് ചെയ്യുക. എനിക്ക് ഇഷ്ടമല്ലാത്തത് ചെയ്യേണ്ടി വരുമ്പോൾ അതുമായി അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മൾ എത്രത്തോളം കുനിയുന്നുവോ അത്രത്തോളം നമ്മുടെ വൈകാരികമായ ശക്തി വർദ്ധിക്കുന്നു. എങ്ങനെയാണോ ഫിസിക്കലി കുനിയുന്നത് ഹെൽത്തി എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഇതും. തിരിച്ചുപോയി വളരെ മെല്ലെ മെല്ലെ നോ പറയാൻ തുടങ്ങണം. സ്ലോലി. ഇന്ന് കുട്ടികളെ എന്തുകൊണ്ടാണ് അമ്പലത്തിലേക്ക് കൊണ്ടുവരാതിരുന്നത് എന്ന് ചോദിച്ചാൽ പാരൻസ് പറയും, കുട്ടികൾ വിളിച്ചു പക്ഷെ അവർക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞു. എന്നാലും കൊണ്ടുവരാമായിരുന്നു എന്ന് പറഞ്ഞാൽ പാരൻസ് പറയും, ഫോഴ്സ് ചെയ്യാൻ പറ്റില്ലല്ലോ. നോക്കൂ, നമ്മളൊക്കെ അച്ഛനും അമ്മയും പറഞ്ഞ് അതുകൊണ്ട് വേറെ ചോയ്സിൽ നിന്ന് പറഞ്ഞ് കാര്യങ്ങൾ ചെയ്തിരുന്ന കുട്ടികളാണ്. ശരിയല്ലേ? ആണോ? ഇന്ന് നമ്മൾ രണ്ടു ഭാഗത്തുനിന്നും കുടുങ്ങിക്കിടക്കുകയാണ്. ചെറുപ്പത്തിൽ ചോയ്സ് ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ നമ്മുടെ കുട്ടികൾ കാരണവും നമുക്ക് വേറെ ചോയ്സ് ഇല്ല. ഇന്ന് കുട്ടികളോടും നോ പറയാൻ പറ്റുന്നില്ല.
ഇത് മനസ്സിലാക്കണം. അന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ലായിരുന്നു, കാരണം നമ്മൾ അവരെ ബഹുമാനിച്ചിരുന്നു, അവർ പറയുന്ന കാര്യങ്ങൾ സ്വീകരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വൈകാരികമായ ശക്തി വർദ്ധിച്ചിരിക്കുന്നത്. മനസ്സിലായി, ജീവിതം നമുക്കെപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് മാത്രമല്ല നൽകാറുള്ളതെന്ന്. അതുകൊണ്ട് നമ്മൾ പഠിച്ചു, ആഗ്രഹിക്കുന്നത് തന്നെ കിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ടാണ് നമുക്ക് ബെൻഡ് ചെയ്യാൻ കഴിയുന്നത്. ചുറ്റുമുള്ള ലോകം നോക്കൂ. ഒറ്റ ക്ലിക്കിലൂടെ തന്നെ എന്തും വീട്ടിലെത്തും. ഇഷ്ടമായില്ലെങ്കിൽ തിരിച്ചയക്കാം. ലോകവും അങ്ങനെ ആയിക്കഴിഞ്ഞു. നമ്മൾ നമ്മുടെ കുട്ടികളെ ബലഹീനരാക്കുകയല്ല വേണ്ടത്, ദുർബലരാക്കുകയല്ല വേണ്ടത്. ഇന്ന് നമ്മൾ അവർക്ക് വളരെയധികം ചോയ്സസ് നൽകുന്നുണ്ട്. നമ്മൾ അവരെ അങ്ങനെ പഠിപ്പിക്കുന്നു. എന്നാൽ ചോയ്സ് അല്ലാത്ത ഒന്നിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല. നമ്മൾ ചോദിക്കുന്നു, ഇന്ന് എന്ത് കഴിക്കാനാണ് ഇഷ്ടം? നമ്മളോട് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വന്ന് കഴിക്കൂ എന്ന് മാത്രം പറയും. കഴിക്കാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞാലോ, ശരി കഴിക്കണ്ട എന്ന് പറയും. നമ്മുടെ ചോയ്സ് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. കഴിക്കാൻ തോന്നുന്നില്ലെങ്കിൽ കഴിക്കണ്ട, വിശക്കുമ്പോൾ വന്ന് കഴിക്കും. ഒരു ചെറിയ കുട്ടിക്ക് എനിക്ക് എന്താണ് കഴിക്കേണ്ടത് എന്നതാണ് അവൻ്റെ ജീവിതം. ഞാൻ എന്താണ് ധരിക്കേണ്ടത് എന്നതാണ് അവൻ്റെ ജീവിതം. അതുപോലും എൻ്റെ ചോയ്സിലല്ലാതെയാണ് ലഭിച്ചത്. പക്ഷേ അന്ന് ഞാൻ ഇതുമായി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പഠിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇന്ന് അവരുടെ ഇഷ്ടത്തിന്, അവരുടെ ചോയ്സിന് ധാരാളം കാര്യങ്ങൾ കിട്ടാൻ തുടങ്ങി. അപ്പോൾ ലൈഫിൽ ഒരു സിറ്റുവേഷൻ വന്നു, അവരുടെ ഇഷ്ടത്തിനനുസരിച്ചല്ലാത്ത. ഈ സമയത്ത് അവർക്ക് താഴ്മയോടെ നിൽക്കാൻ കഴിയുന്നില്ല. എന്തെങ്കിലും ഒരു കാര്യത്തിന് ആരെങ്കിലും നോ പറഞ്ഞു, ഏതെങ്കിലും ഒരു ബന്ധത്തിൽ നോ കേൾക്കേണ്ടി വന്നു. അപ്പോൾ കുട്ടി എന്താണ് പറയുക? എനിക്കിനി ജീവിക്കേണ്ട. റിജക്ഷൻ വളരെ ഡീപ്പായൊരു ഫീലിംഗ് ഉണ്ടാക്കുന്നു, വളരെ ഡീപ്പ് ഫീലിംഗ്. ഇതുകൊണ്ടാണ് ചെറിയ രീതിയിൽ, വളരെ സ്ട്രിക്റ്റ് ആവണ്ട, ദേഷ്യത്തോടെയുമല്ല, സ്നേഹത്തോടെ, വാത്സല്യത്തോടെ സ്ട്രിക്റ്റ് ആകണം. കാരണം ഇതവർക്ക് ഹെൽത്തിയാണ്. ദേഷ്യം വന്നേക്കാം, കരഞ്ഞേക്കാം, കുഴപ്പമില്ല. മുന്നോട്ടു പോകവേ ജീവിതത്തിൽ കരയേണ്ടി വരരുത്. ഇന്നത്തെ കാലത്ത് സ്കൂളിലും കോളേജിലും കൂട്ടുകെട്ടിന്റെ സ്വാധീനം വളരെ അധികമാണ്. നമ്മൾ സ്വയം കൂട്ടുകെട്ടിന്റെ സ്വാധീനത്തിൽ നിന്നും സുരക്ഷിതരായിരിക്കണം. മര്യാദാപൂർവമായ ജീവിതം നയിക്കണം. എന്നാൽ മാത്രമേ അവർക്കും അങ്ങനെയൊരു ജീവിതം നയിക്കാൻ പ്രചോദനം ലഭിക്കുകയുള്ളൂ. ഇതിനായി ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗം അവരെ ഇതുപോലുള്ളൊരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. നിങ്ങളുടെ തൊട്ടടുത്തുള്ള സെന്ററിലേക്ക് കുട്ടികളെ ഒരു 5 മിനിറ്റ് സമയത്തേക്കെങ്കിലും കൊണ്ടുപോകണം. ഓൺലി 5 മിനിറ്റ്സ്. വീക്കെൻഡിൽ മാത്രം ഒരു 5 മിനിറ്റ് കുട്ടികളെ സെന്ററിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റുമോ? വീക്കെൻഡിൽ മാത്രം നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുമോ? ഓക്കെ. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഒന്ന്, എനർജി ലഭിക്കും. ഏത് വൈബ്രേഷനാണോ നിങ്ങളെ സ്ട്രെങ്ത് ഉണ്ടാക്കുന്നത്, ആ വൈബ്രേഷൻ അവർക്ക് ലഭിക്കും. ഇന്നവർ വളരുന്ന വൈബ്രേഷൻ തന്നെ വളരെ വ്യത്യസ്തമാണ്. അതിലൂടെ അവർക്ക് എന്തെല്ലാം ലഭിക്കുമെന്ന് നമുക്ക് നന്നായി അറിയാം. നമുക്ക് അവരെ വളരെ ശക്തമായ ഗുണങ്ങളുള്ളവരാക്കി മാറ്റിയെടുക്കണം. രണ്ടാമതായി, അവർക്കവിടെ ഒരു പരിവാരത്തെ കിട്ടുന്നു. ഇവിടെയുള്ള സഹോദരീ സഹോദരന്മാർ എങ്ങനെയാണ് പെരുമാറുന്നത്, അതുപോലെ അവിടെയും ഒരു കുടുംബത്തെ അവർക്ക് ലഭിക്കും. ഇതിനേക്കാൾ ഉപരി അവർക്ക് അവരെപ്പോലെ തന്നെയുള്ള മറ്റു കുട്ടികൾ അവിടെ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ജീവിക്കുന്നത് നേരിട്ട് കാണാൻ സാധിക്കും. സാത്വികമായ ഭക്ഷണം കഴിക്കുന്ന, പുറമെയുള്ള ആഹാരങ്ങൾ കഴിക്കാത്ത, ഫോൺ അഡിക്ഷനിൽ നിന്നും രക്ഷപ്പെട്ടു നിൽക്കുന്ന, ഇതെല്ലാം കാണുമ്പോൾ ശരിയായതിൽ ഉറച്ചു നിൽക്കാനുള്ള ബലമുണ്ടാകാൻ തുടങ്ങും. ഓ, ഇങ്ങനെയുള്ളൊരു ജീവിതവും നോർമലാണെന്ന് ചിന്തിക്കാൻ തോന്നും. ഈ നോർമൽ ലൈഫും അവരുടെ സ്കൂളിലെ ഫ്രണ്ട്സിന്റെ കാഴ്ചപ്പാടിലുള്ള നോർമൽ ലൈഫും വളരെ വ്യത്യസ്തമുള്ളവയാണ്. പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്തും തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്ന ചില കുട്ടികളുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെയുള്ള കുട്ടികൾ എണ്ണത്തിൽ വളരെ കുറവായിരുന്നു. നല്ല കുട്ടികൾ മെജോറിറ്റിയുമായിരുന്നു. എന്നാൽ ഇന്ന് തിരിച്ചാണ്. ഇന്ന് ഏതെങ്കിലും ഒരു പാരന്റ് തൻ്റെ കുട്ടിയോട് സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ കുട്ടി പിന്നെ ആ ക്ലാസ്സിലെ മൈനോറിറ്റിയിലായിരിക്കും ഉൾപ്പെടുന്നത്. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലാത്ത കുട്ടികൾ അത് സാരമില്ലെന്ന് പറഞ്ഞു വിടുകയില്ല. അത് അവരുടെ ഫ്രണ്ട്സ് അറിയും, അവരെ കളിയാക്കും. ഓ, സോഷ്യൽ മീഡിയയിലില്ലേ, ഞങ്ങളുടെ കൂടെ കൂട്ടില്ല, പാർട്ടിക്ക് വിളിക്കില്ല എന്നൊക്കെ പറഞ്ഞ് റിജക്റ്റ് ചെയ്യാൻ തുടങ്ങും. ഒറ്റപ്പെടൽ അനുഭവിക്കും. ഏതു കുട്ടിക്കാണോ ശരിയായ കാര്യങ്ങളിൽ മാത്രം ഉറച്ചു നിൽക്കേണ്ടത്, അവൻ്റെ മുന്നിൽ 3 ഓപ്ഷൻസാണ് ഉണ്ടാവുക.
ഒന്നുകിൽ ശരിയായതെന്താണോ അതിൽ ഉറച്ചുനിന്ന് ഉള്ളിൽ ലോൺലിനെസ് അനുഭവിച്ചിട്ട് നിൽക്കാം. ആരും എൻ്റെ കൂടെ കണക്റ്റഡ് അല്ല എന്ന ഫീലിംഗിൽ നിൽക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഏത് സൈഡിലാണോ നിൽക്കുന്നത് അതിൽ നിന്നും കൺവേർട്ടായി കൂട്ടുകാരുടെ ഒപ്പം കൂടാം. ഇതുമല്ലെങ്കിൽ ശരിയായതെന്താണോ അതിൽ ഒറ്റയ്ക്കുറച്ചു നിൽക്കാനുള്ള ശക്തി അവനിലുണ്ടാവണം. കാരണം അവൻ്റെ വീടും കുടുംബവും അവനതിനുള്ള ശക്തി നൽകിയിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ശരിയായതിൽ ഉറച്ചു നിൽക്കാനുള്ള ശക്തി മാത്രം പോരാ, ഒറ്റയ്ക്ക് ശരിയായ കാര്യത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ശക്തി വേണം. പവർ ടു സ്റ്റാൻഡ് ഫോർ ദ റൈറ്റ് എലോൺ. പണ്ട് കോളേജിലുണ്ടായിരുന്നതെല്ലാം ഇന്ന് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും സ്കൂളുകളിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. മാത്രമല്ല, നിങ്ങളുടെ കുട്ടിക്ക് ആ വൈബ്രേഷനിലാണ് മുഴുവൻ ദിവസവും കഴിച്ചുകൂട്ടേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഒരു 5 മിനിറ്റെങ്കിലും ആ വൈബ്രേഷൻ അല്ലാത്ത മറ്റൊരു ശ്രേഷ്ഠമായ വൈബ്രേഷൻ അവർക്ക് നൽകൂ എന്ന് പറയുന്നത്. ആരാണ് സെന്ററിലേക്ക് കുട്ടികളെ കൊണ്ടുപോകേണ്ടത്? പേടിക്കേണ്ട, കുട്ടികളിവിടെ ഹോസ്റ്റലിൽ നിൽക്കണം എന്ന് പറയില്ല. അങ്ങനെയുള്ള ചില പേടികൾ പൊതുവെ മാതാപിതാക്കൾക്കുണ്ടാകാറുണ്ട്. ഇന്നത്തെ കാലം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കുട്ടികൾ പബ്ബിൽ പോയാൽ പാരൻസിന് കുഴപ്പമില്ല, കുട്ടികൾ ഡ്രിങ്ക്സ് കഴിച്ചാൽ പാരൻസിന് കുഴപ്പമില്ല. എന്നാൽ സെന്ററിലേക്ക് വന്നാൽ അത് പ്രശ്നമായി. മറ്റ് സ്ഥലങ്ങളിൽ പോകുന്നത് കുഴപ്പമില്ലെന്ന് ചോദിച്ചാൽ അവിടെ എല്ലാവരും പോകുന്നതല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് പറയും. പ്രധാനപ്പെട്ടത്, എല്ലാവരും ചെയ്യുന്നതെല്ലാം ശരിയായിക്കൊള്ളണമെന്നില്ല. ഏത് കാര്യങ്ങൾ മാത്രമാണ് റൈറ്റായിട്ടുള്ളത്? ആത്മാവിൻ്റെ ശക്തികളെ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് റൈറ്റായിട്ടുള്ളത്. എല്ലാ കുട്ടികളും ചെയ്യുന്നത് ശരിയാണെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ എല്ലാ കുട്ടികൾക്കുണ്ടാകുന്ന കോൺസിക്വൻസസ് നമ്മുടെ കുട്ടികൾക്കും ഉണ്ടാകും. ശരിയും തെറ്റും മാറി നിന്ന് നിരീക്ഷിക്കുകയാണ് വേണ്ടത്. ഈ സംസ്കാരം കൊണ്ട് ആത്മാവിൻ്റെ ശക്തി വർദ്ധിക്കുകയാണോ ആത്മാവിൻ്റെ ശക്തി കുറയുകയാണോ? അതിലൂടെ കുട്ടികളുടെ റെസിലിയൻസ് വർദ്ധിക്കുകയാണോ താഴുകയാണോ? കുട്ടിയുടെ ഹെൽത്ത് ബെറ്റർ ആവുകയാണോ ഡൗൺ ആവുകയാണോ? വീട്ടിലെ ഭക്ഷണം മാത്രം കഴിക്കുള്ളൂ എന്നതിലേക്ക് ഷിഫ്റ്റ് ആവാൻ ആർക്കൊക്കെ സാധിക്കും? നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. എന്തൊക്കെയാണോ ചെയ്തിരുന്നത് കുറച്ച് മാറി കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ മാത്രമേ പ്രയോറിറ്റി എന്നത് ക്ലിയർ ആവുകയുള്ളൂ. വർക്ക്, ഫാമിലി, ലൈഫ്, ഇതിൻ്റെ ഓർഡർ എങ്ങനെയാണ്? ഓർഡർ എന്താണ്? നിങ്ങൾ വേണം നോക്കാൻ. പ്രയോറിറ്റി നൽകുക എന്നാൽ അവനവന് വേണ്ടി 4 മണിക്കൂർ മാറ്റിവെക്കുക എന്നല്ല അർത്ഥം. പ്രയോറിറ്റി എന്നാൽ അവനവന് ശ്രദ്ധ നൽകിക്കൊണ്ട് കുടുംബത്തിൻ്റെ ഐക്യത്തിനും ശാക്തീകരണത്തിനും വേണ്ടി നിലകൊള്ളുക. അതിനുശേഷം ജോലി ചെയ്യാൻ തുടങ്ങുമ്പോൾ ജോലിയിൽ വളരെ ഉന്നതി ലഭിക്കുന്നു. ഇറ്റ്സ് സെൽഫ്, ഫാമിലി, വർക്ക്. എന്നാൽ ഇന്ന് കണ്ടുവരുന്നത് എന്താണ്? വർക്ക്, ഫാമിലി, സെൽഫ്. ആദ്യം ജോലി കഴിയട്ടെ, അതിനുശേഷം പിന്നെ എത്ര സമയം കിട്ടുമോ അതെല്ലാം കുടുംബത്തിന് വേണ്ടി ചിലവഴിക്കാം. പിന്നെ സമയം കിട്ടുകയാണെങ്കിൽ അവനവന് വേണ്ടി ചിലവഴിക്കാം. സോ സെൽഫ്, ഫാമിലി, വർക്ക്. സെൽഫ് എന്ന് പറയുമ്പോൾ സീഡ്, ബീജം. പുറമേ എത്രയധികം വൃക്ഷങ്ങളുണ്ട്. ഇതിനൊക്കെ എങ്ങനെയാണ് വെള്ളം നൽകുന്നത്? നമ്മൾ എവിടേക്കാണ് വെള്ളം ഒഴിക്കാറുള്ളത്? വിത്തിലേക്ക്, വേരിലേക്കാണ് നമ്മൾ വെള്ളമൊഴിക്കുന്നത്. എല്ലാവരും സമയമില്ല, ടൈമില്ല, സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം അവർ ഇലകളെ കഴുകി വൃത്തിയാക്കാനാണ് ശ്രമിക്കുന്നത്. അവർ ഒരിക്കലും വേരിലേക്ക് വെള്ളമൊഴിക്കുന്നില്ല. എല്ലാ ദിവസവും അവനവന് വേണ്ടി കുറച്ച് സമയം വിത്തിന് വെള്ളം നൽകുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ മുഴുവൻ വൃക്ഷവും താനെ തളിരിടാൻ തുടങ്ങും.